ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തിരച്ചിലിന് 7ാം നാൾ. ദുരന്തത്തിൽ പൊലിഞ്ഞത് 366 ജീവൻ. ഇനിയും കണ്ടെത്താനുള്ളത് 200-ലധികം പേരെ. ഒന്നിച്ച് യാത്രയായി വയനാട് ദുരന്തത്തിന്റെ ഇരകൾ. പുത്തുമലയിൽ സർവ്വമത പ്രാർത്ഥനയോടെ അന്ത്യയാത്ര. കൂടുതൽ മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കും. തിരിച്ചറിയാത്ത 8 പേരുടെ മൃതദേഹം ഇന്നലെ സംസ്കരിച്ചു. നടപടികൾ പ്രോട്ടോകോൾ പാലിച്ച്. വയനാട് ദുരന്തത്തിൽ കൂടുതൽ തിരച്ചിലിനായി 20 ഹോട്ട്സ്പോട്ടുകൾ. പാലത്തിനിടയിൽ മൃതദേഹ സാന്നിധ്യമെന്ന് വിലയിരുത്തൽ. ഇന്ന് വിശദമായ പരിശോധനയെന്ന് മേജർ ജനറൽ ഇന്ദ്രബാലൻ. മണ്ണിനടിയിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനുള്ള ഐബോർഡ് ഡ്രോൺ പരിശോധന ഇന്നും തുടരും. ചാലിയാർ തീരത്തെ പരിശോധന ഇന്നും തുടരും. പുഴ കേന്ദ്രീകരിച്ച് ഇരുട്ടുകുത്തി മുതൽ ചാത്തമുണ്ട വരെയുള്ള മേഖലകളിലാകും പരിശോധന. പോത്തുകൽ പഞ്ചായത്ത് പരിധിയിലുള്ള 9 വാർഡുകളിലെ അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് പരിശോധന. നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഹർജി കോടതിയിൽ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചത് പ്രത്യേക പോലീസ് ടീം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട്. കാർഡ് പരിശോധിച്ചവരെ രക്ഷിക്കുന്നതാണ് അന്വേഷണ റിപ്പോർട്ടെന്നും ഹർജിയിൽ. റിപ്പോർട്ട് ചെയ്ത മലപ്പുറത്തെ പാണ്ടിക്കാടിൽ നിന്നെടുത്ത വവ്വാൽ സാമ്പിളിൽ വൈറസ് ആന്റിബോഡി സാന്നിധ്യമെന്ന് ആരോഗ്യമന്ത്രി. സാന്നിധ്യം 5 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നെടുത്ത വവ്വാൽ സാമ്പിളുകളിൽ. കണ്ടെത്തിയത് 6 പഴംതീനികളായ വവ്വാലുകളിൽ നിന്ന്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 24 മണിക്കൂറിലധികമായി വൈകിയ സ്പൈസ് ജെറ്റ് വിമാനം പുറപ്പെട്ടു. ടേക്ക് ഓഫ് ചെയ്തത് ഇന്ന് പുലർച്ചെ 4 മണിക്ക്. ദുബായിലേക്ക് പോകാൻ സാധിച്ചത് പകുതി യാത്രക്കാർക്ക്. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നു. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ആലപ്പുഴ, എറണാകുളം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. കേരള തീരത്ത് നാളെ രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. ബംഗ്ലാദേശിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിനിടെ സംഘർഷം. 91 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ 14 പേർ പോലീസ് ഉദ്യോഗസ്ഥർ. നിരവധി പേർക്ക് പരിക്ക്. സമൂഹമാധ്യമങ്ങൾക്ക് രാജ്യത്ത് വിലക്ക് ഏർപ്പെടുത്തി. 4G മൊബൈൽ ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചു. രാജ്യത്ത് അനിശ്ചിതകാല കർഫ്യൂ. ഇന്ത്യൻ പൗരന്മാർ ബംഗ്ലാദേശിലേക്ക് യാത്ര ചെയ്യുന്നതിന് വിലക്ക്. ഹിമാചൽ പ്രദേശിലെ മേഘവിസ്ഫോടനത്തിൽ 11 മരണം. 40ഓളം പേരെ കണ്ടെത്താനായില്ല. 50,000 രൂപ അടിയന്തര സഹായം പ്രഖ്യാപിച്ച സർക്കാർ. കാലവർഷം ആരംഭിച്ച ജൂൺ 27 മുതൽ ഓഗസ്റ്റ് 3 വരെ ഹിമാചൽ പ്രദേശിൽ 662 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായി സംസ്ഥാന എമർജൻസി ഓപ്പറേഷൻ സെന്റർ. ദുരന്ത മേഖലയിൽ സൗജന്യ റേഷൻ നൽകാൻ സർക്കാർ തീരുമാനം. മുണ്ടക്കൈ ചൂരൽമല മേഖലകളിലുള്ളവർക്ക് ഈ മാസത്തെ റേഷൻ വിഹിതം സൗജന്യമായി നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലെ 2 റേഷൻ കടകളിലെ ഗുണഭോക്താക്കൾക്കാണ് സൗജന്യ റേഷൻ ലഭിക്കുക. മുൻഗണനേതര വിഭാഗക്കാരായ നീല, വെള്ള കാർഡുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്കും സൗജന്യമായി റേഷൻ വിഹിതം നൽകാനാണ് നിർദ്ദേശം. ഡൽഹി മദ്യനയ കേസിൽ മനീഷ് സിസോദിയയുടെ ജാമ്യാപേക്ഷയിൽ സുപ്രീംകോടതി ഇന്ന് വാദം കേൾക്കും. CBIയും EDയും രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം തേടിയാണ് സിസോദിയ സുപ്രീംകോടതിയെ സമീപിച്ചത്. 1.25 വർഷത്തിലേറെയായി കസ്റ്റഡിയിലാണെന്നും വിചാരണയിൽ പുരോഗതിയില്ലെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കൂടുതൽ സമയം വേണമെന്ന EDയുടെ അപേക്ഷ പരിഗണിച്ചാണ് വിശദമായ വാദം കേൾക്കാൻ കോടതി ഉത്തരവിട്ടത്. മഴയുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഇന്ന് യോഗം ചേരും. രാവിലെ 11 മണിക്ക് ചേരുന്ന യോഗത്തിൽ മന്ത്രിമാരായ K. കൃഷ്ണൻകുട്ടി, MB രാജേഷ് എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. മന്ത്രി MB രാജേഷ് ഓൺലൈനായിട്ടായിരിക്കും യോഗത്തിൽ പങ്കെടുക്കുക. ദുരിതാശ്വാസ ക്യാമ്പുകളുള്ള സ്കൂളുകൾക്ക് ഇന്ന് അവധി. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ സ്കൂളുകൾക്കാണ് അവധി. അതേസമയം വയനാട്ടിൽ ഇന്ന് സ്കൂളുകൾ തുറക്കും. ശ്രീലങ്കയ്ക്കെതിരായ 2ാം ഏകദിനത്തിൽ ഇന്ത്യക്ക് തോൽവി. ഇന്ത്യയുടെ പരാജയം 32 റൺസിന്. 6 വിക്കറ്റ് വീഴ്ത്തിയ ജെഫ്രി വാൻഡൻസെ കളിയിലെ താരം.
ബാഡ്മിന്റണിൽ വെങ്കല മെഡൽ പ്രതീക്ഷിച്ച് ലക്ഷ്യ സെൻ ഇന്നിറങ്ങും. മലേഷ്യൻ താരത്തിനെതിരെയുള്ള മത്സരം വൈകിട്ട് 6 മണിക്ക്. മെഡൽ ലഭിച്ചാൽ ചരിത്ര നേട്ടം. ഒളിമ്പിക്സ് ഫുട്ബോളിൽ ഫൈനലിസ്റ്റുകളെ ഇന്നറിയാം. ആദ്യ സെമിയിൽ രാത്രി 9:30 സ്പെയിൻ മൊറോക്കോയും, 12:30 രണ്ടാം സെമിയിൽ ഫ്രാൻസ് ഈജിപ്തിനെയും നേരിടും. ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ നീരജ് ചോപ്ര നാളെ കളത്തിലിറങ്ങും. ടോക്കിയോയിൽ സ്വർണം നിലനിർത്താൻ നീരജ്. മികച്ച ഫോമിലുള്ള താരം ഇക്കുറി എത്തുന്നത് മികച്ച പരിശീലനത്തിന് ശേഷം. ഒളിമ്പിക്സിൽ 4ാം മെഡൽ സ്വപ്നം കണ്ട് ഇന്ത്യ. ബാഡ്മിന്റൺ വെങ്കല മെഡൽ പോരാട്ടത്തിൽ ലക്ഷ്യ സെന്നിന് മത്സരം. വൈകിട്ട് 6-ന് മലേഷ്യൻ താരത്തെ നേരിടും. ടേബിൾ ടെന്നീസിലും ഗുസ്തിയിലും നിർണായക മത്സരങ്ങൾ. നാളെ നീരജ് ചോപ്ര കളത്തിലേക്ക്. ബോക്സിംഗിൽ ഇന്ത്യക്ക് നിരാശ. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ലോവ്ലീന ബോർഗോഹെയ്ൻ ക്വാർട്ടറിൽ പുറത്തായി. ചൈനീസ് താരത്തോട് 4-1 ലോവ്ലീന തോറ്റത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയിട്ട് 5 വർഷം. ജമ്മുകശ്മീരിൽ സുരക്ഷ ശക്തമാക്കി. വിവിധ മേഖലകളിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് പെട്രോളിംഗ് വർദ്ധിപ്പിച്ചു. തീവ്രവാദ ആക്രമണത്തിനും നുഴഞ്ഞുകയറ്റത്തിനുമുള്ള സാധ്യത കണക്കിലെടുത്താണ് തീരുമാനം. 2019 ഓഗസ്റ്റ് 5-നാണ് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത്. അച്ചടക്കത്തിനോ വിദ്യാഭ്യാസത്തിനോ വേണ്ടിയുള്ള ശാരീരിക പീഡനം ക്രൂരതയെന്ന് ഛത്തീസ്ഗഡ് ഹൈക്കോടതി. ആത്മഹത്യാ പ്രേരണ കേസിൽ FIR-ഉം കുറ്റപത്രവും റദ്ദാക്കണമെന്ന അധ്യാപിക എലിസബത്ത് ജോസിന്റെ ഹർജി തള്ളിക്കൊണ്ടായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. കുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിനെ തുടർന്നാണ് എലിസബത്തിനെ അറസ്റ്റ് ചെയ്തത്. കുട്ടിക്ക് ശാരീരിക ശിക്ഷ നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശവുമായി പൊരുത്തപ്പെടുന്നതല്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ബീഹാറിലെ ഹാജിപൂരിൽ വൈദ്യുതാഘാതമേറ്റ് 8 പേർ മരിച്ചു. സുൽത്താൻപൂരിൽ നിന്ന് സോൻപൂരിലേക്ക് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. DJ പാർട്ടിയുടെ അകമ്പടിയോടെ പ്രകടനമായാണ് സംഘം യാത്ര തിരിച്ചത്. ഇതിൽ DJ സംവിധാനം 11 kV ലൈനുമായി സമ്പർക്കത്തിൽ വന്നതാണ് അപകട കാരണം. നിരവധി പേർക്ക് പരിക്കുപറ്റി. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യത. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന 2ാമത്തെ ഇന്ത്യക്കാരനാവുക ശുഭ്മാൻഷു ശുക്ല. ഗഗയാൻ ദൗത്യത്തിന് മുന്നോടിയായി നാസയുടെ സഹകരണത്തോടെയാണ് ശുഭ്മാൻഷുവിനെ ISRO രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് അയക്കുന്നത്. സംഘത്തിലെ മലയാളിയായ ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് ബാക്കപ്പ് യാത്രികൻ. ഗഗയാൻ ദൗത്യത്തിനായി ISRO തെരഞ്ഞെടുത്ത 4 പേരിലുള്ളവരാണ് ഇരുവരും. മധ്യപ്രദേശിൽ മതിലിടിഞ്ഞ് വീണ് 9 കുട്ടികൾ മരിച്ച സംഭവത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. ജില്ലാ കളക്ടർ, പോലീസ് സൂപ്രണ്ട്, സബ് ഡിവിഷണൽ മാജിസ്ട്രേറ്റ് എന്നിവരെ സ്ഥലം മാറ്റാൻ ഉത്തരവ്. മരിച്ച കുട്ടികളുടെ കുടുംബാംഗങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതം ധനസഹായം. മധ്യപ്രദേശിൽ 1.2 കോടിയുടെ നിരോധിത ചുമ സിറപ്പ് പിടികൂടി. പിടിച്ചെടുത്തത് 72,000 കുപ്പികൾ. സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. ഉത്തർപ്രദേശിലെ കൂട്ടബലാത്സംഗ കേസിൽ പരാതി പിൻവലിക്കാൻ സമാജ്വാദി പാർട്ടി നേതാവ് പണം വാഗ്ദാനം ചെയ്തെന്ന് അതിജീവിതയുടെ അമ്മ. അതിജീവിതയ്ക്ക് സംരക്ഷണം നൽകാൻ ഉത്തരവിടണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ട് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്. കേസ് രാഷ്ട്രീയവത്കരിക്കാൻ ശ്രമിക്കുന്നവരെ ജയിക്കാൻ അനുവദിക്കരുതെന്നും അഖിലേഷ് യാദവ്. ലവ് ജിഹാദ് കേസുകളിൽ ജീവപര്യന്തം ശിക്ഷ നിയമമുടൻ നടപ്പിലാക്കുമെന്ന് അസം മുഖ്യമന്ത്രി. BJP സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിലാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ പ്രഖ്യാപനം. അസമിൽ ജനിച്ചവർക്ക് മാത്രമേ സംസ്ഥാന സർക്കാർ ജോലിക്ക് അർഹതയുള്ളൂവെന്നും പുതിയ താമസ നയം അവതരിപ്പിക്കുമെന്നും ഹിമന്ത ബിശ്വ ശർമ്മ. കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് കേസിൽ പത്മശ്രീ സുന്ദർ മേനോൻ അറസ്റ്റിൽ. സുന്ദർ മേനോൻ ഡയറക്ടറായിരുന്ന ഹിവാൻസ് ഫിനാൻസ് സ്ഥാപനത്തിനെതിരായ പരാതികളെ തുടർന്നാണ് നടപടി. 3 കോടിയിൽ പരം രൂപയുടെ നിക്ഷേപ തട്ടിപ്പിനിരയായെന്ന് കാട്ടി 18 പേരാണ് സ്ഥാപനത്തിനെതിരെ പരാതി നൽകിയത്. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് കൂടിയായ സുന്ദർ മേനോൻ അടക്കം 8 പേരാണ് കേസിൽ പ്രതികൾ. കേന്ദ്രത്തിലെ NDA സർക്കാരിന്റെ ശക്തിയെ ചോദ്യം ചെയ്തെന്ന ആരോപണത്തിൽ പ്രതിപക്ഷ പാർട്ടികളെ വിമർശിച്ച കേന്ദ്രമന്ത്രി അമിത്ഷാ. 2029-ലും NDAയും മോദിയും വരും. ഇന്ത്യ സഖ്യത്തെക്കാൾ സീറ്റ് BJPക്കെന്നും അമിത്ഷാ. പരാമർശം ചണ്ഡീഗഡിൽ മണിമഞ്ജന ജലവിതരണ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിനിടെ.
വഖഫ് ബോർഡിന്റെ ഭേദഗതി ബില്ലിൽ സ്ത്രീകളെ കൂടി ഉൾപ്പെടുത്താൻ ശുപാർശയെന്ന് റിപ്പോർട്ട്. ബില്ല് പ്രകാരം എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര കൗൺസിലിലും 2 വനിതകളെ നിയമിക്കും. വഖഫ് ബോർഡ് നിയമനത്തിൽ 40 ഭേദഗതികൾക്ക് മന്ത്രിസഭാ യോഗം അനുമതി നൽകിയിരുന്നു. സെൽഫി എടുക്കുന്നതിനിടെ 100 അടി താഴ്ചയുള്ള മലയിടുക്കിലേക്ക് വീണ 29-കാരിയായ യുവതിയെ രക്ഷപ്പെടുത്തി. മഹാരാഷ്ട്രയിലെ സതാറയിൽ തോസ്കർ വെള്ളച്ചാട്ടം കാണാനെത്തിയ യുവതിയാണ് മലയിടുക്കിലേക്ക് വീണത്. ഹോംഗാർഡും പരിസരവാസികളും ചേർന്നാണ് യുവതിയെ രക്ഷിച്ചത്. ആന്ധ്ര വിശാഖപട്ടണത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തിയതിന് തൊട്ട് പിന്നാലെ ട്രെയിന് തീപിടിച്ചു. ഛത്തീസ്ഗഡിൽ നിന്നെത്തിയ തിരുമല എക്സ്പ്രസിന്റെ 3 ബോഗികൾ കത്തിനശിച്ചു. തീപിടിച്ച ഉടൻ യാത്രക്കാർ അലാം ഉയർത്തി ബോഗിയിൽ നിന്നും മാറിയതിനാൽ വൻ അപകടം ഒഴിവായി. വയനാട്ടിലെ ഉരുൾപൊട്ടലിന് കാരണം ഗോഹത്യയെന്ന് BJP നേതാവ് ഗ്യാൻദേവ് അഹൂജ. ഗോഹത്യ ഇനിയും തുടർന്ന് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കുമെന്നും ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ മേഘവിസ്ഫോടനം, മണ്ണിടിച്ചിൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടായെങ്കിലും ഇത്ര വലിയ ദുരന്തങ്ങളിലേക്ക് നയിച്ചിട്ടില്ലെന്നും ഗ്യാൻദേവ് അഹൂജ പറഞ്ഞു. ഗോഹത്യ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരം ദാരുണ സംഭവങ്ങൾ നടക്കുന്നതായി നിരീക്ഷിക്കുന്നുണ്ടെന്നും അഹൂജ കൂട്ടിച്ചേർത്തു. വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാനുള്ള ബിൽ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. 1954 നിയമത്തിൽ 40 ഭേദഗതികൾ. വെള്ളിയാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ബില്ലിന് അനുമതി നൽകിയത്. വഖഫ് സ്വത്തുക്കൾ എന്ന് അവകാശപ്പെടുന്ന ഭൂമി കർശന പരിശോധനകൾക്ക് ഇനി മുതൽ വിധേയമാക്കും. തർക്കഭൂമികളും സർക്കാർ പരിശോധിക്കും. കൻവാർ യാത്രാ വിവാദത്തിലെ ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിൽ. കൻവാർ യാത്രയുടെ പാതയോരങ്ങളിലെ ഭക്ഷണശാലകളിൽ ഉടമകളുടെയും ജീവനക്കാരുടെയും പേര് പ്രദർശിപ്പിക്കണമെന്നതടക്കമുള്ള ഉത്തരവുകൾക്കെതിരെയാണ് ഹർജികൾ. ഇതിൽ UP, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് സർക്കാരുകളുടെ സത്യവാങ്മൂലവും കോടതി പരിശോധിക്കും. ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടുന്നു. കഴിഞ്ഞ വർഷം മാത്രം പൗരത്വം ഉപേക്ഷിച്ച മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറിയത് 2.16 ലക്ഷം ഇന്ത്യക്കാർ. രാജ്യസഭയിൽ കണക്കുകൾ വ്യക്തമാക്കി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി. പൗരത്വം ഉപേക്ഷിച്ചു പോകുന്നത് സർക്കാരിന്റെ നികുതി നയം കാരണമെന്ന് വിമർശിച്ച കോൺഗ്രസ്. താജ്മഹൽ ശിവക്ഷേത്രമെന്ന് അവകാശപ്പെട്ട് ഗംഗാജലാഭിഷേകം. 2 ഹിന്ദു മഹാസഭാ പ്രവർത്തകർ അറസ്റ്റിൽ. താജ്മഹൽ തേജോ മഹല എന്ന ശിവക്ഷേത്രമാണെന്ന് അവകാശപ്പെട്ടാണ് ഗംഗാജലം അർപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു. പാനിപ്പത്ത് യുദ്ധത്തിൽ മറാത്ത സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തിയ അഫ്ഗാൻ ഭരണാധികാരി അഹമ്മദ് ഷാ അബ്ദാലിയുടെ രാഷ്ട്രീയ പിൻഗാമിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്ന് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ. സർക്കാരിൽ നിയന്ത്രണം നിലനിർത്താൻ രാഷ്ട്രീയ പാർട്ടികളെ താറുമാറാക്കുന്ന അധികാര ജിഹാദാണ് BJPക്ക് എന്നും ആരോപണം. പ്രസ്താവന പുനെയിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടെ. ഇസ്രായേലിൽ കത്തികൊണ്ടുള്ള ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. പരിക്കേറ്റ 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിന് പിന്നാലെ അക്രമിയെ കൊലപ്പെടുത്തിയതായി പോലീസ്. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതിനുള്ള സ്വാഭാവിക പ്രതികാരമാണ് ഇസ്രായേലിൽ നടന്ന ആക്രമണമെന്ന് ഹമാസിന്റെ പ്രതികരണം. ബാൾട്ടിക് കടലിൽ 170 വർഷം മുൻപ് തകർന്ന കപ്പൽ കണ്ടെത്തി. ബാൾട്ടിക് ടെക് എന്ന ഡൈവിംഗ് സംഘമാണ് സ്വീഡിഷ് ദ്വീപായ ഓലൻഡിന് 37 കിലോമീറ്റർ അകലെയായി കപ്പൽ കണ്ടെത്തിയത്. കപ്പലിൽ നിന്ന് 100 ഷാംപെയിൻ മദ്യക്കുപ്പികളും മിനറൽ വാട്ടറുകളും കളിമൺ പാത്രങ്ങളും കണ്ടെത്തി. ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ പൗരന്മാരോട് ലെബനൻ വിടാൻ ഉത്തരവിട്ട വിദേശ രാജ്യങ്ങൾ ഉത്തരവ് പുറപ്പെടുവിച്ചത് ലെബനനിലേക്ക് യുദ്ധം വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കണക്കിലെടുത്ത്. ഫ്രാൻസ്, ജോർദാൻ, കാനഡ എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരോട് ലെബനൻ വിടാൻ നിർദ്ദേശം നൽകി. ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ ഇറാനിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഹിസ്ബുള്ള ഇസ്രായേലിൽ ആക്രമണം നടത്തിയത്.
രാജ്യത്തെ പ്രവാസികളുടെ മരണാനന്തരമുള്ള നടപടികളുടെ ചെലവുകൾ ഒഴിവാക്കിയ അബുദാബി. മരണ സർട്ടിഫിക്കറ്റ്, എംബാമിംഗ്, ആംബുലൻസ്, മൃതദേഹം സൂക്ഷിക്കുന്ന പെട്ടി എന്നിവയ്ക്കുള്ള ഫീസാണ് ഒഴിവാക്കിയത്. ഇവയ്ക്ക് ഈടാക്കുന്ന ഫീസുകൾ ആരോഗ്യവകുപ്പ് പൂർണ്ണമായും ഒഴിവാക്കിയെന്ന് സന്നദ്ധ പ്രവർത്തകർ. അലൈൻ പടിഞ്ഞാറൻ മേഖലകളിലാണ് തീരുമാനം നടപ്പിലാക്കിയിരിക്കുന്നത്. മരണശേഷം അവയവദാനത്തിന് സന്നദ്ധത അറിയിച്ചവരുടെ എണ്ണം ഒമാനിൽ വർദ്ധിച്ചു. ഇതുവരെ അവയവദാനത്തിനായി രജിസ്റ്റർ ചെയ്തത് 12,000 പേർ. ഒമാനിൽ കഴിഞ്ഞ വർഷം 19 വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും 11 കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. ഒമാനിൽ അവയവങ്ങളും കോശങ്ങളും ദാനം ചെയ്യുന്നതിനുള്ള കരട് നിയമം അവസാന ഘട്ടത്തിൽ. കുവൈറ്റിലെ വ്യാജ കമ്പനികൾ വഴി വീസകൾ വിറ്റ സംഭവത്തിൽ പ്രതികൾ പിടിയിൽ. വൻ തുക ഈടാക്കി പ്രതികൾ 100 കണക്കിന് തൊഴിലാളികളെ കുവൈറ്റിൽ എത്തിച്ചതായി ആഭ്യന്തര മന്ത്രാലയം. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി വീസ കൈമാറ്റത്തിന് 500 ദിനാറും ഒരു വിദേശ തൊഴിലാളിയെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിന് 2000 ദിനാറും വരെ തട്ടിപ്പ് സംഘം ഈടാക്കി. കേസിൽ ഉൾപ്പെട്ട എല്ലാവരെയും അറസ്റ്റ് ചെയ്തതായി അധികൃതർ. 2034 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന സൗദി അറേബ്യയിൽ നിർമ്മാണം പ്രഖ്യാപിച്ചത് 3 സ്റ്റേഡിയങ്ങൾ. റിയാദിലെ കിങ് സൽമാൻ സ്റ്റേഡിയത്തിനും റോഷൻ സ്റ്റേഡിയത്തിനും ശേഷം അൽഗോബാറിലാണ് 3ാമത്തെ സ്റ്റേഡിയം പ്രഖ്യാപിച്ചത്. അരാംകോ ഫുട്ബോൾ സ്റ്റേഡിയം എന്ന പേരിൽ സൗദി അരാംകോയും റോഷൻ ഗ്രൂപ്പും ചേർന്നാണ് നിർമ്മാണം. ഏകദേശം 47,000 കാണികളെ ഉൾക്കൊള്ളുന്ന സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം 2026 പൂർത്തിയാകും. ഒമാനിൽ ഇന്നു മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. രാജ്യത്ത് ന്യൂനമർദ്ദം ശക്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വെള്ളപ്പൊക്കത്തിനും സാധ്യത. മഴയെ നേരിടുന്നതിന് ആവശ്യമായ മുൻകരുതലുകൾ നടത്തി വരികയാണെന്ന് അധികൃതർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുതിയ തലവനായി വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാം ചുമതലയേറ്റു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് വിയറ്റ്നാമിന്റെ ജനറൽ സെക്രട്ടറിയായാണ് അദ്ദേഹം നിയമിതനായത്. അഴിമതി വിരുദ്ധ പോരാട്ടം തുടരുമെന്ന് ചുമതലയേറ്റ ശേഷം നടത്തിയ പ്രസംഗത്തിൽ ടോം ലാം പറഞ്ഞു. കടുത്ത വയറുവേദനയുമായി ആശുപത്രിയിലെത്തി ഇന്ത്യൻ പൗരന്റെ മലദ്വാരത്തിൽ നിന്ന് പുറത്തെടുത്തത് 65 സെന്റിമീറ്റർ നീളമുള്ള ജീവനുള്ള ഈൽ മത്സ്യത്തെ. സംഭവം വിയറ്റ്നാമിൽ ഇത്തരത്തിൽ നിരവധി ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ജീവനുള്ള ജന്തുവിനെ പുറത്തെത്തിക്കുന്നത് ആദ്യമായാണെന്ന് ഡോക്ടർ. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചുവെന്ന് ഹമാസ്. മുൻ നേതാവ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് ശേഷമാണ് പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. ആപ്പിൾ ഉപയോക്താക്കൾക്ക് സുരക്ഷാ മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ. ആപ്പിൾ ഉപകരണങ്ങളിലേക്ക് ആക്സസ് നേടാനും സുരക്ഷാ നിയന്ത്രണങ്ങൾ മറികടക്കാനും കഴിയുന്ന തകരാറുകൾ ചൂണ്ടിക്കാട്ടി. തകരാറുകൾ മറികടക്കാൻ ആവശ്യമായ പരിഹാര നിർദ്ദേശങ്ങളും നൽകി കേന്ദ്ര ഏജൻസി. ബജറ്റ് സ്മാർട്ട് ഫോൺ പ്രേമികൾക്കായി ഒട്ടേറെ ഫീച്ചറുകളുമായി ഒരു ഫോൺ. ടെക്നോസ്പാർക്ക് 20 Pro 5G മോഡലാണ് ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. 15,999 രൂപയ്ക്ക് വിപണിയിലെത്തുന്ന മോഡൽ ഓഫറിലൂടെ 15,000 രൂപയ്ക്ക് താഴെ ലഭിക്കും. ആൻഡ്രോയിഡ് 14 മോഡലിലുള്ള ഫോൺ ബ്ലാക്ക്, ഗ്ലോസി വൈറ്റ് നിറങ്ങളിലാണുള്ളത്. സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ ടെക്നോ ചൊവ്വാഴ്ചയാണ് സ്പാർക്ക് സീരീസിലെ ഏറ്റവും പുതിയ ഫോൺ അവതരിപ്പിച്ചത്. ഓൺലൈൻ ഫുഡ് ഡെലിവറി രംഗത്തെ പ്രധാന ഇന്ത്യൻ ആപ്ലിക്കേഷനുകളിൽ ഒന്നായി സൊമാറ്റോ പുതിയ ആപ്പ് പുറത്തിറക്കുന്നു. ഭക്ഷണം ഓർഡർ ചെയ്യുന്നതിന് പുറമെ ഗോയിങ് ഔട്ട് സേവനങ്ങൾക്കായുള്ള സൗകര്യങ്ങളാണ് ഡിസ്ട്രിക്ട് എന്ന പേരിട്ടിരിക്കുന്ന ആപ്പിലുള്ളത്. ഫുഡ് ഡെലിവറിക്കും ക്വിക്ക് കൊമേഴ്സ് ബിസിനസിനും അപ്പുറം ഓൺലൈൻ വ്യാപാരം വളർത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ ആപ്ലിക്കേഷൻ. ഐഫോൺ 15 വമ്പർ ഓഫർ പ്രഖ്യാപിച്ച് ആമസോൺ. 79,000 രൂപ വിലയുള്ള ഫോണിന് 11% വിലക്കിഴിവിൽ 70,900 രൂപയ്ക്ക് ഉപയോക്താക്കൾക്ക് സ്വന്തമാക്കാം. SBI, ICICI ക്രെഡിറ്റ് കാർഡ് ഉടമകൾക്ക് 4,000 രൂപ ഫ്ലാറ്റ് ഡിസ്കൗണ്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നീല, കറുപ്പ്, പിങ്ക്, പച്ച നിറങ്ങളിൽ ഐഫോൺ 15ന്റെ 128 GB വേരിയന്റ് ലഭ്യമാണ്. 89,600 രൂപ വിലയുള്ള 256 GB വേരിയന്റിന് 80,600 രൂപയാണ് വില.
180 മെഗാപിക്സൽ പെരിസ്കോപ്പ് ലെൻസോടെ ഹോണറിന്റെ മാജിക് 6 Pro 5G സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ പുറത്തിറങ്ങി. ഫോൺ പുറത്തിറങ്ങിയിരിക്കുന്നത് അടുത്ത ജനറേഷൻ ഹോണർ ഫാൽക്കൺ ക്യാമറ സംവിധാനത്തോടെ. മാജിക് 6 Pro 5Gയുടെ ഏറ്റവും വലിയ സവിശേഷത ട്രിപ്പിൾ റിയർ ക്യാമറ, 12 GB റാമും വരുന്ന മോഡലിന് വില 89,999 രൂപ. സാധാരണക്കാരായ ഉപയോക്താക്കളെ ലക്ഷ്യമിട്ടുള്ള റിലയൻസ് ജിയോയുടെ ജിയോ ഭാരത് ജിയോ 1 4G ഫീച്ചർ ഫോൺ പുറത്തിറങ്ങി. ജിയോ TV, ജിയോ സിനിമ, ജിയോ സാവൻ, ജിയോ പേ, ജിയോ ഫോട്ടോസ് തുടങ്ങി ജിയോ ആപ്പുകൾ ഇൻബിൽറ്റായി വരുന്നവയാണ് ഈ ഫോൺ. ജിയോ സിം മാത്രം പ്രവർത്തിക്കുന്ന ഈ ഫോണിന് വേണ്ടി പ്രത്യേക റീചാർജ് പ്ലാനുകളുണ്ട്. അധികം ഡാറ്റ ആവശ്യമില്ലാത്തവരും സാധാരണ ഫോണുകൾ ഉപയോഗിക്കുന്നവരുമായ ആളുകൾക്ക് ഇത് പ്രയോജനകരം. ഇന്ത്യയിലെത്തിയതിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വണ്ടികൾക്ക് വിലക്കുറവ് പ്രഖ്യാപിച്ച ട്രയംഫ്. വിലക്കുറവ് പ്രഖ്യാപിച്ചത് 1 വർഷത്തിനുള്ളിൽ 50,000 യൂണിറ്റ് വിറ്റഴിച്ചതിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായി കമ്പനി പ്രഖ്യാപിച്ചത് 10,000 രൂപയുടെ വിലക്കിഴിവ്. ട്രയംഫ് സ്പീഡ് 400-ന് 2.23 ലക്ഷമാണ് എക്സ് ഷോറൂം വില. അവസാനത്തോടെ മിനി ഫോർച്യൂണർ SUV അരങ്ങേറ്റം കുറിക്കുമെന്ന് സൂചന. മിനി ഫോർച്യൂണർ എത്തുന്നത് 4x4 SUV ആയിരിക്കും. വണ്ടിയിൽ ടൊയോറ്റയുടെ 2TR 2.7 ലിറ്റർ പെട്രോൾ എഞ്ചിനും 2.8 ലിറ്റർ ഡീസൽ എഞ്ചിനുകളുമാണ് ലഭ്യമാകുന്നത്. പുത്തൻ SUV ഗ്രേക്കേലിനെ ഇന്ത്യയിൽ ഔദ്യോഗികമായി അവതരിപ്പിച്ച ഇറ്റാലിയൻ ആഡംബര കാർ കമ്പനിയായ മെസറാട്ടി. 1.31 കോടിയാണ് ഗ്രേക്കേലിന്റെ പ്രാരംഭ എക്സ് ഷോറൂം വില. ഗ്രേക്കേലിന്റെ അടിസ്ഥാന വേരിയന്റായ GTയിൽ നൽകിയിരിക്കുന്നത് 3000 HP കരുത്തുത്പാദിപ്പിക്കുന്ന 2 ലിറ്റർ ശേഷിയുള്ള 4 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ. മോട്ടറോള എഡ്ജ് 50യുടെ ആദ്യ വിൽപ്പന ഓഗസ്റ്റ് 8-ന് ഫ്ലിപ്കാർട്ട് വഴി നടക്കും. മോട്ടറോള എഡ്ജ് 50 സീരീസിൽ നിന്ന് പുറത്തിറക്കുന്ന അവസാന ഫോണാണിത്. മാജിക് ഇറേസർ, ഫോട്ടോ അൺബ്ലർ, മാജിക് എഡിറ്റർ എന്നിവ ഉൾപ്പെടെയുള്ള ഗൂഗിൾ AI ഫീച്ചറുകൾ ഉൾപ്പെടുന്നു. ഈ ഫോൺ ഏപ്രിലിൽ ലോക മാർക്കറ്റിൽ എത്തിയിരുന്നെങ്കിലും ഇന്ത്യയിൽ അവതരിപ്പിച്ചിരുന്നില്ല. റിയൽമിയുടെ പുതിയ സ്മാർട്ട് ഫോൺ റിയൽമി 13 Pro സീരീസ് ഇന്ത്യൻ വിപണിയിലെത്തി. സ്നാപ്ഡ്രാഗൺ 7 S Gen 2 പ്രോസസർ ചിപ്പിൽ പ്രവർത്തിക്കുന്ന ഫോണുകളിൽ 6.7 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ ആണുള്ളത്. AI അൾട്രാ ക്ലിയർ ക്യാമറയുള്ള റിയൽമി 13 Pro സീരീസിലൂടെ റിയൽമിയുടെ സിഗ്നേച്ചർ പെർഫോമൻസും ഡിസൈനും ചേർന്നുള്ള നൂതന ക്യാമറ സാങ്കേതിക വിദ്യയാണ് ഏറ്റവും വലിയ സവിശേഷത. വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും തിരിച്ചറിയാൻ നടപടി ആരംഭിച്ചു. DNA പരിശോധനയ്ക്കായി രക്തസാമ്പിൾ ശേഖരണവും തുടങ്ങി. കൗൺസിലിംഗ് നൽകിയ ശേഷമാണ് സാമ്പിൾ ശേഖരിക്കുന്നത്. വനത്തിൽ കുടുങ്ങിയ 18 രക്ഷാപ്രവർത്തകർ സുരക്ഷിതരെന്ന ERF പ്രവർത്തകർ. തെരച്ചിലിന് പോയ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് പ്രവർത്തകരാണ് വനത്തിൽ കുടുങ്ങിയത്. 18 പേരും വനം വകുപ്പിന്റെ കാന്തൻപാറ ഔട്ട് പോസ്റ്റിൽ സുരക്ഷിതരെന്ന് പ്രവർത്തകർ. ഇവർ കണ്ടെടുത്ത മൃതദേഹം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നഷ്ടമായ രേഖകൾ ലഭ്യമാക്കുന്നതിന് നടപടി. SSLC+2 സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടതിന്റെ വിവരങ്ങൾ മേപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാന അധ്യാപകനെ രേഖാമൂലം അറിയിക്കാം. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ്, വിദ്യാഭ്യാസ ഉപഡയറക്ടർ കാര്യാലയം എന്നിവിടങ്ങളിലും അറിയിക്കാം. വയനാടിന് വേണ്ടി ഒന്നിച്ച് കേരളം. UDFിലെ എല്ലാ MLAമാരും 1 മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. പുനരധിവാസത്തിന് പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിർമ്മിത ബുദ്ധിയുടെ സഹായം ഉപയോഗിച്ച് പരിഹാരങ്ങൾ കാണണമെന്നും പ്രതിപക്ഷ നേതാവ്. 2016-ന് ശേഷം ദുരന്ത നിവാരണ പ്ലാൻ പുതുക്കിയിട്ടില്ലെന്നും വിമർശനം. വയനാടിന് വേണ്ടി പ്രാർത്ഥിച്ച മാർപ്പാപ്പ. ജീവൻ നഷ്ടപ്പെട്ടവർക്കായും നഷ്ടങ്ങളുണ്ടായവർക്കായും പ്രാർത്ഥിക്കണമെന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനം. വത്തിക്കാൻ ചത്വരത്തിൽ നടന്ന ത്രികാല പ്രാർത്ഥനയിൽ തീർത്ഥാടകരെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് മാർപ്പാപ്പ കേരളത്തിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തെ ഓർമ്മിച്ചത്.
ദുരന്തമുഖത്തെ കുട്ടികളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് മാധ്യമങ്ങൾക്ക് നിർദ്ദേശവുമായി മന്ത്രി വീണ ജോർജ്. ഏതൊരു ദുരന്തത്തിലും എന്താണ് സംഭവിച്ചത് എന്ന് കുട്ടികളോട് ചോദിക്കരുത്. രക്ഷകർത്താക്കളുടെ അനുവാദമില്ലാതെ കുട്ടികളുടെ വ്യക്തിവിവരങ്ങൾ പുറത്തുവിടരുതെന്നും നിർദ്ദേശം. ചൂരൽമല ഉരുൾപൊട്ടലിന് കാരണം ക്വാറികളുടെ പ്രവർത്തനമെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. സമീപ ജില്ലകളിലെ ക്വാറികളുടെ പ്രവർത്തനമാണ് ദുരന്തത്തിന്റെ മുഖ്യ കാരണം. പാറ പൊട്ടുമ്പോഴുണ്ടാകുന്ന ഉഗ്രശബ്ദം പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാക്കും. മന്ത്രിയുടെ പരാമർശം മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ക്വാറികൾക്കെതിരെ. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നതിന് മറുപടിയുമായി മുൻ കേന്ദ്രമന്ത്രിയും ബി.ജെ.പി. നേതാവുമായ വി. മുരളീധരൻ വയനാട്ടിലുണ്ടായത് സമാനതകളില്ലാത്ത ദുരന്തം തന്നെ. എന്നാൽ ദേശീയ ദുരന്തം എന്നൊന്ന് UPA ഭരണകാലം മുതൽ കേന്ദ്ര ചട്ടപ്രകാരം ഇല്ലെന്ന് മുരളീധരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ദുരന്തഭൂമിയിൽ നിന്ന് കുട്ടികളുടെ ചിത്രങ്ങളും പേരുകളും ഒഴിവാക്കണമെന്ന് മന്ത്രിതല ഉപസമിതി. സോഷ്യൽ മീഡിയയിൽ കുട്ടികളുടെ വിവരങ്ങൾ പ്രദർശിപ്പിക്കരുതെന്ന് നിർദ്ദേശം. നാളെയും കടാവർ നായ്ക്കളെ ഉപയോഗിച്ച് തിരച്ചിൽ. എല്ലാവർക്കും പുനരധിവാസം ഉറപ്പാക്കുമെന്നും മന്ത്രി കെ രാജൻ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായ ഫേസ്ബുക്ക് പോസ്റ്റിൽ സംവിധായകൻ അഖിൽ മാരാർക്കെതിരെ കേസെടുത്തത് കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ്. മുഖ്യമന്ത്രിയുടെ പോസ്റ്റിൽ ജനങ്ങൾ തമ്മിലുള്ള കലാപത്തിനു വേണ്ടിയെന്നും ദുരന്ത നിവാരണ റിലീഫിന് വേണ്ടിയുള്ള അഭ്യർത്ഥന തള്ളിക്കളയുന്നതിന് വേണ്ടിയും പ്രേരിപ്പിച്ചു എന്ന കുറ്റത്തിനാണ് കേസ്. കൊല്ലത്ത് ദുരിതാശ്വാസ നിധിയുടെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്താൻ ശ്രമം. കുണ്ടറയിൽ പ്രവർത്തിക്കുന്ന ആശ്രയ ഫാർമസിയിലെത്തിയ അജ്ഞാതനാണ് പണം തട്ടാൻ ശ്രമിച്ചത്. ജീവനക്കാരിക്ക് സംശയം തോന്നിയതോടെ തട്ടിപ്പുകാരൻ ഓടി രക്ഷപ്പെട്ടു. സംഭവത്തിൽ കുണ്ടറ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മുണ്ടക്കൈ ദുരന്തത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സമയോചിതമായി ഉണർന്ന് പ്രവർത്തിച്ചെന്ന് തലശ്ശേരി അതിരൂപത ബിഷപ്പ് ജോസഫ് പാംപ്ലാനി. മുണ്ടക്കൈയിൽ അത് ദൃശ്യമാണ്. സുരക്ഷിതമായ സ്ഥലങ്ങളിൽ പുനരധിവസിപ്പിക്കാൻ സർക്കാർ ശ്രദ്ധ ചെലുത്തണമെന്നും പാംപ്ലാനി. കോഴിക്കോട് ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാടിന് മാത്രമായി സ്പെഷ്യൽ പാക്കേജ് കൊണ്ടുവരണമെന്ന് ഷാഫി പറമ്പിൽ MP. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ തീരുമാനങ്ങൾക്കും UDFന്റെ പിന്തുണ ഉണ്ടാകും. ഒരുപാട് ആളുകൾ സഹായിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും ഷാഫി പറമ്പിൽ. വിലങ്ങാട്ടിലേതും വയനാടിനൊപ്പം കാണേണ്ട ദുരന്തമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ദുരന്തബാധിതരുമായി ചർച്ച നടത്തിയ ശേഷം പുനരധിവാസം. ക്യാമ്പിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നഷ്ടമാകില്ല. ദുരന്തബാധിതരുടെ പുനരധിവാസം സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ കളക്ടർക്ക് നിർദ്ദേശം നൽകി. കൊല്ലം കൊട്ടാരക്കരയിൽ വാഹനാപകടത്തിൽ ഒരു മരണം. സ്കൂട്ടറും ബസ്സും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. മരിച്ചത് പുത്തൂർ കാരിക്കൽ സ്വദേശി ഹരിലാൽ. വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല എന്നത് വ്യാജ പ്രചാരണമെന്ന് ജില്ലാ കളക്ടർ. ഓരോ ദിവസവും ആവശ്യമായ ഭക്ഷണം പാചകം ചെയ്ത് കൃത്യമായി വിതരണം ചെയ്യുന്നുണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചതിന് ശേഷമാണ് ഭക്ഷണം നൽകുന്നത്. മേൽനോട്ടം വഹിക്കുന്നതിന് പ്രത്യേക ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ടെന്നും കളക്ടർ. മെമു ട്രെയിനുകൾക്ക് പകരമായി എത്തുന്ന വന്ദേ മെട്രോയുടെ പരീക്ഷണയോട്ടം പൂർത്തിയായി. പരീക്ഷണയോട്ടം നടത്തിയത് ചെന്നൈയിൽ. കേരളത്തിൽ പരിഗണിക്കുക എറണാകുളം, കോഴിക്കോട്, മംഗലാപുരം, തിരുവനന്തപുരം, എറണാകുളം റൂട്ടുകളിലെ സർവീസുകൾ. മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രചാരണം നടക്കുന്നുണ്ടെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ. നിലവിലെ ഡാമിലെ ജലനിരപ്പ് 131.75 അടിയാണ്. ജലനിരപ്പ് 137 അടിയിലെത്തിയാൽ മാത്രം ഡാം തുറക്കേണ്ട സാഹചര്യമുള്ളൂ. ഷട്ടർ തുറക്കേണ്ട സാഹചര്യമുണ്ടായാൽ അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ടെന്നും കളക്ടർ. വയനാട്ടിലെ ദുരിതബാധിതർക്ക് 1 കോടി രൂപ സംഭാവന ചെയ്ത തെന്നിന്ത്യൻ താരങ്ങളായ ചിരഞ്ജീവിയും രാംചരണും 25 ലക്ഷം രൂപ സംഭാവന ചെയ്ത അല്ലു അർജുൻ. തനിക്ക് ഒരുപാട് സ്നേഹം തന്ന നാടാണ് കേരളമെന്നും ദുരിതബാധിതർക്കായി പ്രാർത്ഥിക്കുന്നതായും അല്ലു അർജുൻ എക്സ് പോസ്റ്റിൽ.
തൃശൂർ നെന്മണിക്കരയിൽ 9 മാസം പ്രായമുള്ള കുഞ്ഞു ബക്കറ്റിലെ വെള്ളത്തിൽ വീണ് മരിച്ചു. തലമണിക്കര സ്വദേശി ജയേഷിന്റെയും അമൃതയുടെയും മകൾ നീലാദ്രിനാഥാണ് മരിച്ചത്. അപകടമുണ്ടായത് 10 ദിവസം മുൻപ്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കൊല്ലം ചിതറയിൽ പട്ടാപ്പകൽ വീട് കുത്തിത്തുറന്ന് 10 പവനോളം സ്വർണം മോഷ്ടിച്ച പ്രതികൾ പിടിയിൽ. നിരവധി കേസുകളിൽ പ്രതിയായ വെള്ളനാട് സ്വദേശി ബിജു, മലയൻകീഴ് സ്വദേശി സതീശൻ എന്നിവരാണ് പിടിയിലായത്. CCTV ദൃശ്യങ്ങളും മൊബൈൽ ടവറും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ദളപതി 69-ൽ മലയാളി താരം മമിത ബൈജുവും ഭാഗമാകുമെന്ന് റിപ്പോർട്ട്. H. വിനോദായിരിക്കും ദളപതി 69 സംവിധാനം ചെയ്യുകയെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. സിനിമയുടെ ഔദ്യോഗിക പ്രഖ്യാപനം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചുണ്ടാകും. ഇളയരാജയ്ക്ക് നഷ്ടപരിഹാരം നൽകി മഞ്ഞുമൽ ബോയ്സ് വിവാദം ഒത്തുതീർപ്പാക്കിയെന്ന് റിപ്പോർട്ട്. കൺമണി അൻപോഡ് എന്ന ഗാനം മഞ്ഞുമൽ ബോയ്സിൽ ഉപയോഗിച്ചതിനെ തുടർന്ന് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്ക് ഇളയരാജ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. 2 കോടിയാണ് ഇളയരാജ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടത്. എന്നാൽ 60 ലക്ഷം രൂപ ഇളയരാജയ്ക്ക് നൽകിയെന്നാണ് റിപ്പോർട്ട്. ഏഴ് വർഷങ്ങൾക്ക് ശേഷം മികച്ച ഗായികയ്ക്കുള്ള ഫിലിം ഫെയർ അവാർഡ് വീണ്ടും KS ചിത്രയ്ക്ക്. ജവാനും മുല്ലപ്പൂവും എന്ന ചിത്രത്തിലെ മുറ്റത്തെ മുല്ലേ എന്ന ഗാനത്തിനാണ് അംഗീകാരം. 2017-ൽ നേനു ശൈലജ എന്ന കന്നഡ ചിത്രത്തിലെ ഈ പ്രേമഗി എന്ന ഗാനത്തിനാണ് അവസാനം അവാർഡ് ലഭിച്ചത്. ബോളിവുഡിൽ പ്രതീക്ഷയുമായി ആമിർ ഖാന്റെ സിത്താരെ ജമീൻ പർ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി. താരെ ജമീൻ പറിന്റെ 2ാം ഭാഗമായിരിക്കും ചിത്രമെന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. ഡൗൺ സിൻഡ്രോം എന്ന രോഗാവസ്ഥയാണ് പുതിയ ചിത്രം പ്രതിപാദിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ചിത്രം ക്രിസ്മസ് റിലീസായി എത്തിയേക്കും. ഷാജി കൈലാസ് ഭാവന ടീം ഒന്നിക്കുന്ന ചിത്രം ഹണ്ടിന്റെ പുതിയ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. പാരാനോർമൽ ത്രില്ലർ വിഭാഗത്തിലുള്ള സിനിമ ഓഗസ്റ്റ് 23-ന് റിലീസ് ചെയ്യും. ചിത്രത്തിൽ രഞ്ജി പണിക്കർ, അനു മോഹൻ, ചന്തുനാഥ്, അജ്മൽ അമീർ, രാഹുൽ മാധവ്, നന്ദുലാൽ എന്നിവർ പ്രധാന വേഷത്തിൽ. മലയാള സിനിമയിൽ ആദ്യമായി അഭിനയിച്ചതിന്റെ സന്തോഷം പ്രകടിപ്പിച്ച് ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ അനുരാഗ് കശ്യപ്. മലയാള സിനിമ വളരെ ശാന്തമാണ്. നല്ല സിനിമകൾ ഉണ്ടാക്കുന്നതിൽ മുൻപന്തിയിലാണ് മലയാള സിനിമാ മേഖലയെന്നും അനുരാഗ് കശ്യപ് പറഞ്ഞു. ആഷിഖ് അബു സംവിധാനം ചെയ്യുന്ന റൈഫിൾ ക്ലബ് എന്ന ചിത്രത്തിലൂടെയാണ് അനുരാഗ് കശ്യപ് മലയാളത്തിലേക്ക് ചുവടുവെച്ചത്.